ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ രാവിലെ 5 മണി സമയത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വിഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ വന്ന നമ്മുടെ 10th പ്രിലിംസിന് വന്ന 20 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ഫേസ് 1 വന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം, മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട് ചിലവിനും 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു. എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര എന്നാണ്? ശരി, അപ്പോൾ നമുക്കൊന്നും കൂടെ പറഞ്ഞു വരാം. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. ഒരു മാസത്തെ വരുമാനം മോഹന് കിട്ടുന്ന 50,000 രൂപയാണ്. അതിലൊരു 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടിലെ ചെലവിനും 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ശരി, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു വരാം. 15% ഒരു 15% അയാൾ ഉപയോഗിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 28% അയാൾ ഉപയോഗിച്ചു അല്ലേ വീട് ചെലവിന്. പിന്നെ ഒരു 10% വാടകയ്ക്കും ചിലവാക്കി. ടോട്ടൽ എത്ര ശതമാനം ചിലവാക്കി എന്ന് ചോദിച്ചാൽ 15ഉം 28ഉം 10% കൂടെ ചേരുമ്പോൾ 15ഉം 28ഉം 43 10ഉം 53% അയാൾ ചിലവാക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ മോഹനെ സംബന്ധിച്ച് ഒരു 15%, 28%, 10% ഇത്രയും ശതമാനങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അതായത് ടോട്ടല് 53% മോഹൻ ചിലവാക്കിയിട്ടുണ്ട്. ഓക്കെ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര എന്നാണ്. ഈ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചിലവാക്കിയിട്ട് ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമ്പാദ്യം. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് നമ്മൾ തുകകൾ ചിലവാക്കിയിട്ട് ബാക്കി നമുക്ക് വരുന്ന മിച്ചം വരുന്ന പൈസയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര എന്നാണ്? നമുക്കറിയാം മോഹൻ ചിലവാക്കിയത് എത്ര ശതമാനം തുകയാണ്? 53% ചിലവാക്കിയിട്ടുണ്ട്. ഓക്കെ ആണ്, 53%. നമുക്കറിയാം എപ്പോഴും ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% അല്ലേ. ഇതിൽ നിന്ന് 53 ചിലവാക്കി 53% കുറയ്ക്കുമ്പോൾ നമുക്ക് പറയാം 47% അയാളുടെ സമ്പാദ്യം. അയാളുടെ മാസ വരുമാനത്തിൻ്റെ 47% അയാളുടെ സമ്പാദ്യം. ഓക്കെയാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100%. അതിൽ നിന്ന് അയാൾ ചിലവാക്കിയ 53% പോയി ബാക്കിയുള്ള 47% അയാളുടെ സമ്പാദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്പാദ്യം എത്ര രൂപ എന്നല്ലേ കാണേണ്ടത്? പറയാം. 50,000 രൂപയുടെ 50,000 രൂപയുടെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി? 47% കണ്ടുപിടിച്ചാൽ മതി. എളുപ്പമല്ലേ? ഈ 2 0 വെട്ടി 500 × 47. ഞാനിവിടെ 47 × 5 ചെയ്യണേ. 47 × 5 ചെയ്യുമ്പോൾ 47 × 5 7 × 5 എന്ന് പറയുമ്പോൾ 35 ആണ്. 3 4 × 5 എന്ന് പറയുമ്പോൾ 20 3 23 എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ നമുക്ക് പറയാം 500 കൊണ്ടല്ലേ ഗുണിക്കേണ്ട. അപ്പോൾ 2 0 കൂടെ ചേർത്ത് പറയുമ്പോൾ 23,500 രൂപ എന്ന് പറയാം. അതായത് മോഹൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 23,500 രൂപയാണ്. 23,500 രൂപ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ചിലവാക്കിയത് 53%. സമ്പാദ്യം എന്ന് പറയുന്നത് ബാക്കിയാണ്. ബാക്കി എത്ര ശതമാനമുണ്ട്? 47% ഉണ്ട്. അപ്പോൾ 50,000 രൂപയുടെ 47% എന്ന് പറയുന്നത് എത്രയാണ്? 23,500 രൂപയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. 5 - 1/4 അല്ലേ, 1/4 പ്ലസ് 2 1/2 പ്ലസ് 2 1/4 എത്ര എന്നാണ്. ശരി, അപ്പോൾ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മളല്ലാതെ LCM എടുത്തോ അല്ലാതെ ഈ പറയുന്ന ഫ്രാക്ഷൻസ് കൂട്ടുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ പറയും. ആദ്യം എഴുതിയിരിക്കുന്ന ബ്രാക്കറ്റിനകത്തുള്ള ഫ്രാക്ഷൻ, ഇതെന്താ? ഇതിനെ നമ്മൾ കാലെന്ന് പറയില്ലേ. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാണ്. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? 2/4 അല്ലേ. ഇതെന്താണ്? 2/4. അപ്പോൾ ഒന്നും കൂടെ കാലും 2/4 കൂടെ ചേരുമ്പോൾ അതെന്തായിട്ട് മാറും? 2.5 ആയിട്ട് മാറും. ആ 2.5യും ഈ 2.5യും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 2.5 എത്രയാണ്? 5. ഒന്നും കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ. 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും മലയാളത്തിൽ? കാലെന്ന് പറയില്ലേ, കാൽഭാഗം. 1/4. ഇനി
2 എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? 2.25 2.25 കാലും കൂടെ ചേരുമ്പോൾ എന്താവും? 2.5 ആവും. ആ 2.5യും ഈ 2.5യും കൂടെ ചേരുമ്പോൾ 2.5 ടോട്ടൽ എത്രയായി? 5 ആയി. ഓക്കെ ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാം കൂടെ ചേർന്ന് 5 ആയി. നമ്മുടെ ചോദ്യം എന്താണ്? ഇവിടെ ഒരു 5 ഉണ്ടല്ലോ, അതായത് 5 മൈനസ് ബ്രാക്കറ്റിനകത്തുള്ള 5 കഴിഞ്ഞു. നമ്മുടെ ആൻസർ 0 എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 0. അല്ലാതെ നമ്മൾ ഫ്രാക്ഷൻ അനുസരിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ അങ്ങനെയുള്ള LCM അങ്ങനെയുള്ള ചവറുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാലും 2.25 കൂടെ ചേരുമ്പോൾ 2.5, മറ്റേ 2.5 കൂടെ ചേരുമ്പോൾ ടോട്ടൽ 5 ആയി. ബ്രാക്കറ്റിനകത്തുള്ള മൊത്തത്തിൽ 5 ആണ്. 5 മൈനസ് 5 കഴിഞ്ഞു. നമ്മുടെ ആൻസർ 0. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ഇങ്ങനെയാണ്: 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? അപ്പോൾ ഒന്നും കൂടെ, 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ശരി, അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്ന വാല്യൂ പോലും മാറ്റാതെ വന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്നൊക്കെ പറഞ്ഞെടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ നമുക്ക് ആവറേജിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച കുട്ടികൾ അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ആണ്. അതായത് അവരുടെ വയസ്സുകൾ ഒരു സമാന്തര ശ്രേണിയിലാണ് അല്ലേ? 3 വെച്ച് കൂടി പോകുന്ന സമാന്തര ശ്രേണിയാണ്. ഓക്കെയാണ്. അപ്പോൾ 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച കുട്ടികൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവരുടെ വയസ്സുകൾ എന്തിലാണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്, സമാന്തര ശ്രേണിയിലാണ്. ഓക്കെയാണ്. സമാന്തര ശ്രേണിയിലാണെങ്കിൽ അപ്പോൾ തുടർച്ചയായിട്ട് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായിട്ടുള്ള കുറേ പദങ്ങൾ തന്നാൽ അവരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും, മധ്യപദമായിരിക്കും. ഓക്കെയാണ്. അപ്പോൾ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലുള്ള ആവറേജ് ശരാശരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മധ്യപദമായിരിക്കും. ഇവിടെ നമുക്കറിയാം വയസ്സുകളുടെ തുക തന്നിട്ടുണ്ടല്ലേ, തുക 50 അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ ശരാശരി നമുക്ക് പറഞ്ഞൂടെ? ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുക ബൈ എണ്ണം എന്നല്ലേ? തുക ബൈ എണ്ണം എന്നല്ലേ? തുകയായ 50 ഡിവൈഡ് ബൈ 5 കുട്ടികളല്ലേ അല്ലെ? എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇവരുടെ ശരാശരി, വയസ്സുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണം എന്നാണ്. അപ്പോൾ ഇവിടെ 5 കുട്ടികളാണ്, അവരുടെ വയസ്സിന്റെ തുക 50 ആണ്. അപ്പോൾ അവരുടെ വയസ്സിന്റെ ശരാശരി നമുക്ക് പറയാം എന്താണ്? 50/5 ചെയ്യുമ്പോൾ അവരുടെ ശരാശരി കിട്ടി 10 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണ്. അപ്പോൾ ഈ പറയുന്ന ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? മധ്യപദമല്ലേ? അപ്പോൾ നമ്മൾ 5 കുട്ടികളുണ്ടെന്നല്ലേ? 1 2 3 4 5 കുട്ടികളെന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അതിൽ സെന്ററിൽ വരുന്ന കുട്ടിയുടെ പ്രായം എത്രയായിരിക്കും? ശരാശരിയായ 10 ആയിരിക്കും. കാരണം ഇവരുടെ വയസ്സുകൾ എന്തിലാണ്? സമാന്തര ശ്രേണിയിലാണ്. 3 വെച്ച് കൂടി പോകുന്ന സമാന്തര ശ്രേണിയിലാണ്. അതുകൊണ്ട് മധ്യപദം എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്, ആവറേജ് ആണ്. നമുക്ക് കിട്ടിയ ആവറേജ് ആയ 10 എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള കുട്ടിയുടെ പ്രായം 10 ആയിരിക്കും. ഓക്കെ അല്ലേ? തുടർച്ചയായിട്ടുള്ള 3 പദങ്ങളല്ലേ? ശരിയാടാ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 3 അല്ലേ? തൊട്ട് മുന്നേ ഉള്ള കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? 7 വയസ്സായിരിക്കും. 3 കുറയ്ക്കുമ്പോൾ വീണ്ടും ഒരു 3 കുറയ്ക്കുമ്പോൾ അതിന് മുന്നേ ഉള്ള കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? 4 ആയിരിക്കും. നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്ര എന്നല്ലേ? പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് 4 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 4 എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ ശരാശരിയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞ ശരാശരികളുടെ തുക ബൈ എണ്ണം അതൊക്കെ വലിയ സംഭവമൊന്നുമല്ല, മനസ്സിൽ കിട്ടുന്നേ ഉള്ളൂ. 50/5 10 കിട്ടി. സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നു. ഇപ്പുറമുള്ള നമ്പേഴ്സ് എഴുതി പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ് വെച്ചും ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ പ്രായത്തിന് നമ്മൾ എന്തെന്ന് പറഞ്ഞെടുക്കും? എക്സ് എന്ന് പറഞ്ഞെടുക്കും. രണ്ടാമത്തെ കുട്ടിയുടെ പ്രായത്തിന് x+3 എന്ന് പറഞ്ഞെടുക്കും. മൂന്നാമത്തെ കുട്ടിയുടേത് x+6 ആയിരിക്കും. നാലാമത്തെ കുട്ടിയുടെ x+9 ആയിരിക്കും. അഞ്ചാമത്തെ കുട്ടിയുടേത് x+12 ആയിരിക്കും അല്ലേ? 3 വെച്ചല്ലേ കൂടി പോകുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50 കിട്ടുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എക്സ് 1 2 3 4 5x പ്ലസ് 12 9 21 6 27 3 30 ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ട് 5x ഈക്വൽ ടു 50 മൈനസ് 30, അതായത് 5x ഈക്വൽ ടു 20 കിട്ടും.
എക്സ് എന്ന് പറഞ്ഞാൽ 20/5. 20/5 ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടി? 4 എന്ന് തന്നെ കിട്ടി അല്ലെ? 4 എന്ന് തന്നെ കിട്ടി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പറയാം. ഒന്നുകിൽ ശരാശരി, അല്ലെങ്കിൽ എന്താണ് എക്സ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ഇങ്ങനെയാണ്: 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടതെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഒന്നും കൂടെ, 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടതെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 2850 രൂപയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ഒന്നും കൂടെ, 2850 രൂപയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ 2850 രൂപയ്ക്ക് കൊടുത്തപ്പോൾ അതിനകത്ത് 14% ലാഭം കിട്ടിയെന്നാണ്. എന്ന് വെച്ചാൽ 14% ലാഭം ഉൾപ്പെടെയാണ് 2850 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 14% ലാഭം ഉൾപ്പെടെയാണ് 2850. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 114% 2850. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ, 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ 14% ലാഭം കിട്ടി എന്ന് വെച്ചാൽ ലാഭമായ 14% ഉൾപ്പെടെ ആണ് 2850. അതായത് 114% അല്ലെ? അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് നമ്മൾ 100%ആണ്. 14% ലാഭം കൂടെ ഉൾപ്പെടെ 114% 2850. നമുക്ക് വേണ്ടത് എന്താണ്? 8% ലാഭം മതി. 8% ലാഭം മതി. അങ്ങനെയാണെങ്കിൽ 108% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 8% ലാഭം മതിയെങ്കിൽ വിൽക്കേണ്ട വിലയല്ലേ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 108% എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 114% എന്ന് പറയുന്നത് 2850 ആണ്. അങ്ങനെയാണെങ്കിൽ 108% എത്രയാണടാ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ശരി, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യും അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 നമ്പർ വരുന്നത് അല്ലേ? ഇവിടെ അല്ലേ 2 നമ്പർ വരുന്നത്? 2 നമ്പർ വരുന്നതിന് നമ്മൾ മേളിൽ എഴുതും, 1 നമ്പർ വരുന്നതിന് താഴെ എഴുതും. ശരി, നമുക്ക് പറഞ്ഞു വരാം. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നത് എവിടെയാ? 108 × 2850 ഡിവൈഡഡ് ബൈ 1 നമ്പർ വരുന്നത് 114 പിടിച്ച് താഴെ എഴുതി. ഓക്കെ അല്ലേ? ശരി, നമുക്ക് വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 114 എന്നുള്ളത് 57 ആയിട്ട് മാറും. 108 എന്നുള്ളത് 54 ആയിട്ട് മാറും. 54. ഇനി നമുക്ക് 3 കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റും. 3 ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ 5ൽ 3 1 പ്രാവശ്യം, 27 9 പ്രാവശ്യം. 54ൽ 3 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ 18 പ്രാവശ്യം. ഓക്കെ ആണേ. ഇനി നമ്മൾ വെട്ടി ചെറുതാക്കുമ്പോൾ 19 പറ്റുമോ? 19 നമുക്കിനി വെട്ടി ചെറുതാക്കാൻ പറ്റില്ല അല്ലേ? 19 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ് അല്ലേ? അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 19 കൊണ്ട് തന്നെ നമുക്ക് വെട്ടാം. 19ൽ 19 1 പ്രാവശ്യം, 28ൽ 19 1 പ്രാവശ്യം. ബാക്കി എത്രയുണ്ട് ഇനി? 95 അല്ലേ? 95ൽ 19 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം 0. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 18 × 150 എന്ന് പറഞ്ഞ് കിട്ടി. 18 × 150. ശരി, 18 × 10 അല്ലേ? 18 × 10 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 180. 18 × 5 എന്ന് പറയുമ്പോൾ 90. അതായത് 270 0 കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടും 2700 രൂപയ്ക്കാണ് ഈ സൈക്കിൾ വിൽക്കേണ്ടത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 2700 എന്ന് പറഞ്ഞിട്ട് 2700. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് കാൽക്കുലേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ചിലവർക്കെങ്കിലും ഫീൽ ചെയ്യും. കാരണം ഈ 19 കൊണ്ട് വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. വേറെ ഒന്നുമില്ല, വേറെ വഴിയില്ല. കാരണം 19 നമുക്ക് വേറെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. കാരണം അതൊരു അഭാജ്യ സംഖ്യയാണ്. 19 കൊണ്ട് തന്നെ വെട്ടി ചെറുതാക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2700 രൂപ. അതായത് ഈ പറയുന്ന സൈക്കിള് 8% ലാഭത്തിലാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? 2700 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ
ഈ സൈക്കിളിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ് 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. നമ്മൾ 14% ലാഭം 114%, 2850 ആണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാങ്ങിയ വില കിട്ടും, ഒറിജിനൽ പ്രൈസ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാമോ? ക്വസ്റ്റ്യൻ ചോദ്യം: ജോസഫ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് 30 km/h മണിക്കൂറിൽ തിരിച്ച് 120 km/h വേഗത്തിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്കുള്ള ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്. ഇതും അത്യാവശ്യം റിപ്പീറ്റഡ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 2021 10th പ്രിലിംസിൽ 5 ഫേസ് ഉണ്ടായിരുന്നതിലും 3 ഫേസിലും ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജോസഫ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് 30 km/h വേഗത്തിലും തിരിച്ച് 120 km/h വേഗത്തിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു എങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്. ശരി, പറഞ്ഞു വരാം. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി, ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ, ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി, ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നു. ഓക്കെയാണ്, ഇതാണ് കണ്ടീഷൻ. ആദ്യം പോയത് എത്രയിലായിരുന്നു? 30 km/h വേഗതയിൽ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ആദ്യം പോയത് 30 km/h വേഗതയിൽ സഞ്ചരിച്ചു. പിന്നീട് ഒരു 120 km അല്ലേ, അങ്ങോട്ട് പോകാനായിട്ട് 30 km/h വേഗത, തിരിച്ചു വരാനായിട്ട് എത്ര km/h എടുത്തു? 120 km/h വേഗത എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ട് വാക്കിലും കൂടെ 5 മണിക്കൂർ സമയം വേണ്ടി വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്? ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്? ശരി, പറഞ്ഞു നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2ab/a+b. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണോ, സഞ്ചരിച്ച ദൂരം തുല്യമാണോ, ശരാശരി വേഗത നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 2ab/a+b എന്ന് പറയാൻ പറ്റും. 2ab/a+b എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേഗതകളൊന്ന് പറഞ്ഞു നോക്കാമോ? 30ഉം 120 അല്ലേ, ഇട്ട് കൊടുക്കാം. 2 × 30 × b എന്ന് പറഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ a+b എന്ന് പറയുമ്പോൾ 150. 30ൽ 30 ഒരു പ്രാവശ്യം, 150ൽ 5 പ്രാവശ്യം, 5ൽ 5 ഒരു പ്രാവശ്യം ഇവിടെയാണെങ്കിൽ 2 പ്രാവശ്യം, ഇവിടെയാണെങ്കിലോ 4 പ്രാവശ്യം. 24 × 2 നമുക്ക് കിട്ടി 48 km/h എന്ന് പറഞ്ഞു കിട്ടി. അതായത് ഈ രണ്ട് യാത്രയ്ക്കും എടുത്ത ശരാശരി വേഗത, സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 km/h ആണ്. ഓക്കെ ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ 48 km/h ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ട് യാത്രയ്ക്കും കൂടെ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 5 മണിക്കൂറാണ്. 5 മണിക്കൂറാണ്. അപ്പോൾ രണ്ട് യാത്രയ്ക്കും കൂടെ എടുത്ത വേഗത, ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ 48 km/h ആണ്. രണ്ട് യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ്. ശരി, സ്പീഡ് അറിയാം, ടൈം അറിയാം അല്ലേ, നമുക്ക് വേഗതയും അറിയാം, സമയവും അറിയാം. അങ്ങനെയാണെങ്കിൽ ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയം എന്നാണ്. ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയം എന്നല്ലേ? ശരി, പറയാം. ഇവിടുത്തെ വേഗതയായ 48 ഇൻറ്റു സമയമായ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 240 km എന്ന് കിട്ടും. ഈ 240 നമ്മുടെ ഓപ്ഷനിലുണ്ട്, പക്ഷേ 240 തെറ്റാണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ ദൂരം എത്രയാണെന്ന് കിട്ടി? 240. ഈ ദൂരം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് അല്ലേ? അങ്ങോട്ട് പോകാനും ഇങ്ങോട്ടും കൂടെ വരാനും കൂടെയാണ് എന്ത്? ഈ പറയുന്ന 240 km. നമ്മുടെ ചോദ്യം എന്താണ് എങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നല്ലേ? ഓക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 240 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 240 km സഞ്ചരിച്ചു. അപ്പോൾ ഒരു വാക്ക് എത്രയായിരിക്കും? അതിൻ്റെ നേരെ പകുതിയായിരിക്കും. 240/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 120 km എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 120 km. ഓക്കെ ആണോ? ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനും തെറ്റും സംഭവിച്ച ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു 240 കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ വലിയ കാര്യത്തിൽ ഈ 240 കറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോളണം. ആ 240 എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് 240 അല്ലേ? രണ്ട് വാക്കും കൂടെയാണ് 240. അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് മാത്രം പോകാൻ എന്തായിരിക്കും? അതിൻ്റെ നേരെ പകുതിയായിരിക്കും.
ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിലൂടെ ചോദിക്കാം അല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേണം ഇങ്ങനെ ചോദിക്കാം, എങ്കിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്ര? സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്ര? അതെത്രയാണ്? 120 കിലോമീറ്റർ. സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ഡിസ്റ്റൻസ് പറയണോ? വേണ്ട, ഒരു സൈഡിലുള്ള ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാ 2021 പ്രിലിംസിന് വന്ന് അങ്ങനെയാ ചോദ്യം വന്നത്. എങ്കിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? അവിടെ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആവും. സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല, ഏതെങ്കിലും ഒരു സൈഡിൽ പോയ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ സ്ഥലങ്ങൾ, ഈ ചോദ്യത്തിൽ തന്നെ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്ര തന്നെയാണ്? 120 കിലോമീറ്റർ ആയിരിക്കും. 120 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം, ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പോൾ ഒന്നും കൂടെ, ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിൽ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏതു നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഓക്കെ, അപ്പോൾ ഈ റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് ആവറേജ് ആണ്, ശരാശരിയാണ് റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ 10 ഓവറിലുള്ള ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരിക്കൽ പറഞ്ഞതാണ്, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണം എന്നാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. തുക എന്ന് പറഞ്ഞാൽ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ശരാശരി ഇൻറ്റു എന്തെന്ന് പറയാം? എണ്ണം എന്ന് പറയാം. ഓക്കെ ആണ്. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം, അങ്ങനെയാണെങ്കിൽ തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു എണ്ണം എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ 10 ഓവറിലെ ശരാശരി 3.2 ആണെങ്കിൽ ആ 10 ഓവറിൽ ടോട്ടൽ എത്ര റൺസ് അടിച്ചെന്ന് ചോദിച്ചാൽ, 10 ഓവറിൽ ടോട്ടൽ എത്ര റൺസ് അടിച്ചെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 3 ശരാശരി ഇൻറ്റു എണ്ണം എന്നല്ലേ, ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 32 റൺസാണ്. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ 10 ഓവറിൽ അടിച്ച ടോട്ടൽ റൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ആണ്. കാരണം അവിടുത്തെ ശരാശരി 3.2 ആണ്, 10 ഓവറാണ്. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു എണ്ണം എന്നാണ്. അപ്പോൾ 3.2 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് തുക കിട്ടി 32 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബാക്കിയുള്ള 40 ഓവറിൽ ഏതു റൺ നിരക്കിൽ റൺസ് അടിച്ചാലാണ് എതിർ ടീമിനെതിരെ ടോട്ടൽ എത്ര അടിക്കുന്നത്? 282. എതിർ ടീമിനെതിരെ എതിരെ കിട്ടുന്ന ടോട്ടൽ റൺസ് എന്ന് പറഞ്ഞാൽ 282 ആണ്. അങ്ങനെയാണെങ്കിൽ 40 ഓവറിൽ എത്ര റൺസ് അടിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ 10 ഓവറിൽ 32 അടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഈ 282 നിന്ന് എന്ത് കുറയ്ക്കണം? 32 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള 40 ഓവറിൽ നമ്മൾ അടിക്കേണ്ട റൺസ് എത്രയാണ്? 250 റൺസാണ്. അപ്പോൾ ഒന്നും കൂടെ, 10 ഓവറിൽ നമ്മളൊരു 32 റൺസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 40 ഓവറിൽ 282 എത്തിക്കണമെങ്കിൽ ഇനി എത്ര അടിക്കണം? 250. അങ്ങനെയാണെങ്കിൽ ഈ 40 ഓവറിൽ നമുക്ക് വേണ്ട ശരാശരിയാണ് കണ്ടുപിടിക്കുന്നത്, നിരക്കല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര റൺസ് അടിക്കണം? 250. ഇനി എത്ര ഓവർ ഉണ്ട്? 40 ഓവർ ഉണ്ട്. ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ മതി. 0 വെട്ടിപ്പോയി. 25നെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ, ഈ 4 കൊണ്ട് ഭാഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. തന്നിട്ടുള്ള നമ്പറിനെ 2 പ്രാവശ്യം പകുതി പറഞ്ഞാൽ മതി, ഡിവൈഡഡ് ബൈ 4 ആവും. ഓക്കെ ആണോ? അപ്പോൾ ഇനി അതിൽ കൺഫ്യൂഷൻ വരരുതേ. ഏതൊരു നമ്പറിനെ 4 കൊണ്ട് ഭാഗിക്കുക എന്ന് പറയുമ്പോൾ ആ നമ്പറിനെ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. 25ന് ഒരു പ്രാവശ്യം പകുതി എടുക്കുമ്പോൾ 12 കിട്ടും. അതിന് വീണ്ടും ഒരു പകുതി കൂടെ എടുക്കുമ്പോൾ 6.25, 6.25 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 6.25 എന്ന് പറയുന്നത്. 6.25. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ക കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റാണ് അല്ലേ, ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം, അല്ലെങ്കിൽ തുക ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചോദ്യം, സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 10 രൂപ വിലയുണ്ട്. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയായിരിക്കും? അപ്പോൾ ഒന്നും കൂടെ, സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. പിന്നെന്താ പറഞ്ഞിരുന്നെങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയായിരിക്കും എന്നാണ്. ശരി, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ. അപ്പോൾ
ഒരു സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഓരോ വശവും എ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? തുണിയുടെ പകുതി നീളവും വീതിയും, അതായത് നീളവും വീതിയും എന്തായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പകുതിയായി എന്നാണ്. അതായത് വശങ്ങൾ എന്തായിട്ട് മാറും? a/2 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പുതിയ ഏരിയ എന്ന് പറഞ്ഞാൽ a/2 സ്ക്വയർ, അതായത് a²/4 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. പിന്നീട് കിട്ടിയത് എന്താണ്? എ സ്ക്വയർ. അതിൻ്റെ നീളവും വീതിയും പകുതിയായി കഴിഞ്ഞാൽ പരപ്പളവ് നേരെ എന്തായിരിക്കും? 4/1 മാറും. അപ്പോൾ ഒന്നും കൂടെ, ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ എ ആണ്. അതിൻ്റെ വശങ്ങൾ പകുതിയായി കഴിഞ്ഞാൽ, നീളവും വീതിയൊക്കെ പകുതിയായി കഴിഞ്ഞാൽ a/2 ആവും. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് a²/4 എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ പകുതിയായി കഴിഞ്ഞാൽ അതിൻ്റെ പരപ്പളവ് 4/1 മാറും. പരപ്പളവ് 4/1 മാറും. ഓക്കെ ആണോ? അപ്പോൾ 1 മീറ്റർ ആണെങ്കിൽ തുണിയുടെ വില 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി നീളവും വീതി എന്ന് പറയുമ്പോൾ അതിൻ്റെ പരപ്പളവ് 4/1 മാറില്ലേ? അപ്പോൾ വിലയും എന്തായിട്ട് മാറും? 4/1 മാറും. 100 രൂപ എന്നുള്ളത് അതിൻ്റെ 4/1, 100/4 ചെയ്യുമ്പോൾ കിട്ടും. പുതിയ കാശ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 25 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് 50 രൂപ എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നും. എങ്കിലും ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ നീളവും വീതിയും പകുതിയാകുക എന്ന് പറയുമ്പോൾ പരപ്പളവ് എത്രയായിട്ട് മാറും? 4/1 മാറും. പരപ്പളവ് 4/1 മാറും. 4/1 മാറുക എന്ന് പറയുമ്പോൾ വിലയും 4/1 മാറും. നമുക്ക് കിട്ടും 25 രൂപ. 100 രൂപ എന്നുള്ളത് 25 രൂപയായിട്ട് മാറും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം: ഏതു രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന സമവാക്യം ശരിയാകുക? അപ്പോൾ ഇതിൽ ഏതോ രണ്ട് ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സമവാക്യം ശരിയായിട്ട് വരും. വേറെ വഴിയൊന്നുമില്ല, ഓപ്ഷനിൽ നിന്ന് ചെയ്യാമെന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, ഓപ്ഷൻ എ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലസും മൈനസും പരസ്പരം അല്ലേ, ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലസും മൈനസും പരസ്പരം മാറ്റി നോക്കാം. 5 പ്ലസ് എന്നുള്ളത് മൈനസായി, 3 × 8 + 12 അല്ലേ, മൈനസ് മാറി പ്ലസ് ആയി, +12 / 4. 3 കിട്ടണമെന്ന് നോക്കാം. ആദ്യം ഡിവിഷൻ അല്ലേ, ബോട്ട് മാസ് അനുസരിച്ച് അല്ലേ, ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. പിന്നെ നമ്മൾ ഡിവിഷൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഡിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ 5 - 3 × 8 + 12 / 4 ചെയ്യുമ്പോൾ എത്രയാണെന്ന് കിട്ടും? 3 എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 5 - 3 × 8 എന്ന് പറഞ്ഞാൽ 24 + 3 19, -19 3 കൂടെ ചേരുമ്പോൾ -19 3 കൂടെ ചേരുമ്പോൾ -16 എന്നൊക്കെയാണ് കിട്ടുന്നത്. -16 നമുക്ക് എന്ത് കിട്ടിയില്ല? 3 കിട്ടിയില്ല. നമുക്ക് ആവശ്യം 3 അല്ലേ? അപ്പോഴെന്തല്ല? ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് മൈനസും ഡിവിഷനും തമ്മിൽ മാറ്റി നോക്കാം. 5 + 3 × 8 മൈനസ് മാറി ഡിവിഷനായി, /12 ഡിവിഷൻ മാറി -4. ശരി, ചെയ്ത് നോക്കാം. 5 + 3 × 8/12 -4. ഇവിടെ നമ്മൾ ഗുണിക്കാന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. ഇവിടെ 4 2 പ്രാവശ്യമുണ്ട്, ഇവിടെ 3 പ്രാവശ്യം. ഈ 3 കൂടെ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഇങ്ങനെ കിട്ടി 5 + 2 - 4. 5 + 2 എന്ന് പറഞ്ഞാൽ 7. 7ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടി, ശരിയായിട്ട് കിട്ടി 3 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ആയിരിക്കും. അതായത് മൈനസും ഡിവിഷനും പരസ്പരം നമ്മൾ മാറ്റുകയാണെങ്കിൽ, മൈനസും ഡിവിഷനും പരസ്പരം മാറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ സമവാക്യം ശരിയായിട്ട് കിട്ടും. ആൻസർ നമുക്ക് 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് വന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്കും 10th ലെവൽ എക്സാംസിനൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു ടൈപ്പാണ്. 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഖ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്നാണ്. 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഖ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്നാണ്. അപ്പോൾ ഏതെങ്കിലും 2 സംഖ്യകളുടെ ലസാഗു അറിയാം, ഉസാഖ അറിയാം, അതിൽ ഒരു സംഖ്യ അറിയാം. എങ്ങനെയാണ്? ഏതോ 2 സംഖ്യകളുടെ ലസാഗു അറിയാം, ഉസാഖ അറിയാം, അതിൽ ഏതെങ്കിലും ഒരു സംഖ്യ അറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി പറഞ്ഞു വരാം. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോളണം. LCM × HCF = ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ എന്ന്.
അപ്പോൾ രണ്ട് സംഖ്യകളുടെ ലസാഗു ഉസാഗയും തമ്മിൽ ഗുണിക്കുന്നതും ആ രണ്ട് സംഖ്യകൾ എടുത്തിട്ട് ഗുണിക്കുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ, രണ്ട് സംഖ്യകളുടെ ലസാഗു അറിയാം, ഉസാഗ അറിയാം, LCM HCM നമ്മൾ തമ്മിൽ ഗുണിക്കുന്നതും ആ രണ്ട് സംഖ്യകൾ എടുത്തിട്ട് ഗുണിക്കുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ശരി, പറ, ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ ലസാഗു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഉസാഖ എന്ന് പറഞ്ഞാൽ എത്ര? 3. ഇതിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ നമുക്കറിയാം 12, രണ്ടാമത്തെ സംഖ്യ അറിഞ്ഞുകൂടാ, ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നമുക്ക് 12 കൊണ്ട് തന്നെ വെട്ടാൻ പറ്റും. 12 12 ഒരു പ്രാവശ്യം, 60 5 പ്രാവശ്യം. എക്സ് ഈക്വൽ ടു 5 × 3 നമുക്ക് കിട്ടി 15. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 15 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മറന്നു പോകരുത്. ലസാഗു ഇൻറ്റു ഉസാഖ അല്ലെങ്കിൽ ലസാഗു ഗുണനം ഉസാഖ ഈക്വൽ ടു ആദ്യ സംഖ്യ ഗുണം രണ്ടാമത്തെ സംഖ്യ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. അതിൽ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാറ് എന്നാണ്. ലസാഗു അറിയാം, ഉസാഗ അറിയാം, അതിലൊരു സംഖ്യ തന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ലസാഗു ഉസാഗു തമ്മിൽ ഗുണിക്കുക ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ആയിരിക്കും. അതിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ശരി, നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഐഡന്റിറ്റീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 × 15 × 12. ശരി, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ? 15 സ്ക്വയർ ഞാൻ കൊടുത്തു എ സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 2 × എ എന്ന് പറഞ്ഞാൽ 15 അല്ലേ, എ ബി എന്ന് പറഞ്ഞാൽ 12 അല്ലേ, മൈനസ് 2ab. ഇത് എന്താ സംഭവം? ഇങ്ങനെയും പറയാം, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എന്താ സംഭവം? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ ആണോ? ആ പറയുന്ന റൂട്ടിനകത്തുള്ള സാധനം ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത് ആണേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നും പറയാം. ദാറ്റ് ഈസ് നമുക്ക് പറയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഈ റൂട്ടിനകത്തുള്ള സാധനത്തിന് ഞാൻ ഇങ്ങനെ അങ്ങ് മാറ്റും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നല്ലേ? എ എന്ന് പറഞ്ഞാൽ ഇവിടെ 15 അല്ലേ, 15 മൈനസ് ബി എന്ന് പറഞ്ഞാൽ 12 അല്ലേ, ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് 15 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ റൂട്ട് 9 എന്ന് വരും. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ എത്രയാണ്? 3 എന്നാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 3 എന്ന് പറഞ്ഞിട്ട്. 3 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരണം. അതെന്താണ്? ഏത് ഫോമിലാണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഓടി വരണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാമോ? അടുത്ത ക്വസ്റ്റ്യൻ. ശരി, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലി ആയാൽ പാലിന്റെ അളവ് എത്രയാണ്? അപ്പോൾ ഒന്നും കൂടെ, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇനി ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ, 4 ഭാഗം വെള്ളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഭാഗം. ഓക്കെ, 4 ഭാഗം വെള്ളം എന്നല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ പറയും, 4 ഭാഗം വെള്ളം അല്ലെങ്കിൽ 4 ഭാഗം എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ഉണ്ട്? 80 മില്ലി ലിറ്ററിന് തുല്യമാണ്. ഓക്കെ ആണോ? അപ്പോൾ 4 ഭാഗം എന്ന് പറഞ്ഞാൽ 80 മില്ലി ലിറ്ററും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 ഭാഗം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര മില്ലി ലിറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്? 80 മില്ലി ലിറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. 80 മില്ലി ലിറ്റർ ആണ്. 4 ഭാഗം 80 മില്ലി ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം പറ. ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80/4 20 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പം 4 ഭാഗം 80 മില്ലി ലിറ്റർ ആണെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 20 മില്ലി ലിറ്റർ ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? പാൽ എത്ര ഉണ്ടെന്നല്ലേ? പാലിന്റെ അളവല്ലേ? പാൽ എത്ര ഭാഗമുണ്ട്? പാൽ 5 ഭാഗമുണ്ട്. അപ്പോൾ ഒരു ഭാഗം 20 മില്ലി ലിറ്റർ ആണെങ്കിൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 5 × 20, അതായത് 100 മില്ലി ലിറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 100 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞിട്ടും. 100 മില്ലി ലിറ്റർ. ഓക്കെ അല്ലേ? 4 ഭാഗം 80 മില്ലി ലിറ്റർ ആണ്. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 20 മില്ലി ലിറ്റർ ആണ്. 5 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 20 100 മില്ലി ലിറ്റർ. കഴിഞ്ഞു നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 32 × 10 ഡിവൈഡഡ് ബൈ 10 - 2ൽ നിന്ന് 20 കുറച്ചാൽ എത്ര കിട്ടുമെന്നാണ്. ഇതിൽ നിന്ന് 20 കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? ശരി, അപ്പം നമ്മുടെ ബോട്ട് മാസിൻ്റെ റൂൾ അനുസരിച്ച് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണമെന്നല്ലേ? ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഓഫ് ഡിവിഷൻ. ഓഫ് ഇതിനകത്ത് ഇല്ല, അത് കഴിഞ്ഞ് ഡിവിഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള ക്രിയ ചെയ്യുമ്പോൾ 32 × 10 എത്രയാണെന്ന് കിട്ടും?
320 ഡിവൈഡഡ് ബൈ 10. അടുത്ത ബ്രാക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 10 - 2 എന്ന് പറഞ്ഞാൽ എത്ര? 8. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 20 കുറയ്ക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഈ സാധനത്തിൽ നിന്ന് 20 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 320 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 320 ഡിവൈഡഡ് ബൈ 8, 320 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 1 പ്രാവശ്യം 4 പ്രാവശ്യം 0. നമുക്ക് എന്തെന്ന് കിട്ടി? ഈ ബ്രാക്കറ്റിനകത്തുള്ള 40 എന്ന് പറഞ്ഞ് കിട്ടി. 40 - 20 നമ്മുടെ ആൻസർ എത്രയാണെന്ന് കിട്ടും? ഓപ്ഷൻ സി 20. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ 320 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞിട്ടും അത് 40 ആണ്. 40 - 20 അല്ലേ? അതിൽ നിന്ന് 20 കുറയ്ക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആൻസർ കിട്ടി 20. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വീണ്ടും ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2.8 എത്രയാണ്? ഹോൾ ഡിവൈഡഡ് ബൈ 2.8 എത്രയാണ്? ശരി, അപ്പോൾ അംശത്തിലുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ബന്ധം തോന്നുന്നുണ്ടാവും അല്ലേ? അംശത്തിലുള്ളത് അല്ലേ? അംശത്തിലുള്ളത് എന്തോ ഒരു ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏതാണത്? പറ, നിങ്ങളുടെ മനസ്സിൽ വന്നു. എന്താ സംഭവം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലല്ലേ മേളിൽ കിടക്കുന്നേ? അതെങ്ങനെ പറയും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ ഒന്നും കൂടെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് മേളിൽ കിടപ്പുള്ളത്. അതിന് നമുക്ക് എങ്ങനെ പറയാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ മേളിലുള്ളതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ എന്നല്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് 6.4 പ്ലസ് 3.6 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി 6.4 മൈനസ് 3.6 ഹോൾ ഡിവൈഡഡ് ബൈ 2.8. ഈ 6.4 പ്ലസ് 3.6 എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 10 എന്ന് പറഞ്ഞിട്ടും ഇൻറ്റു 6.4 മൈനസ് 3.6 എന്ന് പറഞ്ഞാൽ അത് 2.8 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 2.8. ഈ 2.8ഉം 2.8ഉം വെട്ടിപ്പോയി. നമ്മുടെ ആൻസർ കിട്ടി 10 എന്ന് പറഞ്ഞ് കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 10. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക് ഐഡന്റിറ്റിയാണ്, അറിഞ്ഞിരിക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള കാര്യം മറന്നുപോയി. അടുത്ത ചോദ്യം. 6.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ 6.3 സെൻറ്റിമീറ്റർ വശമുള്ളതും സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. ശരി, അപ്പോൾ സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. 3 വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ ആണേ? 3 വശങ്ങളും തുല്യമുള്ള ത്രികോണത്തിന് പറയുന്നതാണ് സമഭുജ ത്രികോണം. അപ്പോൾ അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 16.3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ അതിൻ്റെ ചുറ്റളവ് നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട്? 3a എന്നാണ് പറയുന്നത്. 3 ഇൻറ്റു 16. ഒരു വശം 16.3 അല്ലേ? ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48.9 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ 3 ഇൻറ്റു 16.3 നിങ്ങൾ ചെയ്യണമെങ്കിൽ കിട്ടും 48.9 എന്ന് പറഞ്ഞു കിട്ടും. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് 4a എന്നാണ്. അതായത് 4 ഇൻറ്റു 12.1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 48.4 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 48.9, സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 48.4. നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം 48.9 48.4 തമ്മിലുള്ള വ്യത്യാസം 48.9 മൈനസ് 48.4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.5. നമ്മുടെ ആൻസർ 0.5, ഓപ്ഷൻ ബി 0.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 എന്ന് പറഞ്ഞിട്ട്. 0.5. ഓക്കെ അല്ലേ? ചോദ്യം. എൻ്റെ കയ്യിൽ 60 രൂപ 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്
ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും എങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നും കൂടെ, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 60 10 രൂപ നോട്ടുകളുണ്ട്. അതിൽ ആദ്യ നോട്ടിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7575. ഓക്കെയാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 ആണെങ്കിൽ രണ്ടാമത്തെ നോട്ടിൻ്റെ എത്രയായിരിക്കും? 75 ആയിരിക്കും. അതായത് ആദ്യത്തെ നോട്ടിൻ്റെ കൂടെ രണ്ടാമത്തെ നോട്ടിൻ്റെ കാണാൻ നമ്മൾ 1 കൂട്ടി, മൂന്നാമത്തെ നോട്ടിൻ്റെ കാണാൻ 2 കൂട്ടും, 75 77 ആയിരിക്കും. മൂന്നാമത്തെ കാണാൻ, നാലാമത്തെ കാണാൻ നമ്മൾ 3 കൂട്ടും, 75 78 ആയിരിക്കും. ആണേ 60ാമത്തെ കാണാൻ 60 കൂട്ടണോ 59 കൂട്ടണോ? 59 കൂട്ടിയാൽ മതി. ഓക്കെ ആണേ. അപ്പോൾ രണ്ടാമത്തെ നോട്ടിൻ്റെ നമ്പറാണ് നമ്മൾ ആദ്യത്തിൻ്റെ കൂടെ 1 കൂട്ടി, മൂന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ കാണാൻ ആദ്യത്തിൻ്റെ കൂടെ 2 കൂട്ടി, നാലാമത്തെ നോട്ടിൻ്റെ നമ്പർ കാണാൻ നമ്മൾ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 3 കൂട്ടി. അങ്ങനെ 60ാമത്തെ നോട്ടിൻ്റെ നമ്പർ കാണാൻ നമ്മൾ 59 കൂട്ടും. അതായത് 7575ൻ്റെ കൂടെ 59 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണെന്ന് കിട്ടും? 7634 എന്ന് പറയും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 7634. അപ്പോൾ അറിയാതെ പോലും 60 കൂട്ടിക്കളയരുത്, 59 കൂട്ടി പറയേണ്ടത്. ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിട്ടുപോയ പദസംഖ്യ ഏതെന്നാണ്. വിട്ടുപോയ പദസംഖ്യ ഏതെന്നാണ്. ശരി, അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഈ നമ്പേഴ്സ് ഒന്ന് വലുതായിട്ട് എഴുതാം. 1 5 11 19 29 -55. ഇങ്ങനെയല്ലേ പോകുന്നേ? പറയാം. 1ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ 5 കിട്ടും? 4 കൂട്ടുമ്പോൾ. 5ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 11 കിട്ടും. 11ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 19 കിട്ടും. 19ൻ്റെ കൂടെ 10. ഇനി നോക്കേ, 4 കൂട്ടി, 6 കൂട്ടി, 8 കൂട്ടി, 10 കൂട്ടി, 12 കൂട്ടി. അപ്പോൾ 29ൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 39 40. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 41. ഇനി അടുത്തത്ര കൂട്ടുമായിരിക്കും? 14 കൂട്ടും അല്ലേ? ഇതിൻ്റെ കൂടെ ഒരു 14 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 55 കിട്ടുന്നത്. 55 കിട്ടുന്നത് അല്ലേ? ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം, പക്ഷേ 2 തുടങ്ങുന്നതല്ല. 4 6 8 10 12 14 എന്ന് പറഞ്ഞ് കൂട്ടിപ്പോകുന്ന ഈവൻ നമ്പേഴ്സാണ് കൂട്ടിപ്പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ, ഫയൽ എന്നതിന് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? UROV എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോർ എന്നത് എങ്ങനെ എഴുതാം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു റിവേഴ്സ് കോഡിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ABCDE 1 മുതൽ 26 വരെയുള്ള ലെറ്റേഴ്സ് എഴുതുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? നമ്മൾ തിരിച്ച് പറയുന്നു അല്ലേ? ഇത് കണ്ടോ, എക്ക് നമ്മൾ 26 എന്നും 25. ഞാൻ വെറുതെ ആ ഒരു ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സൂം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. കണ്ടോ, എക്ക് 1 കൊടുത്തിരിക്കുന്നു. ഇനി റിവേഴ്സ് കോഡിങ് അനുസരിച്ചാണെങ്കിൽ ആർക്ക് 1 വരും? ഇസഡ് വരും അല്ലേ? ഇസഡിന് 1 വരും, Y 2 വരും, 3 4 5 6 7. കണ്ടോ, റിവേഴ്സായിട്ട് നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരായ രീതിയിൽ നമ്പർ ചെയ്തിട്ടുണ്ട്, ശരിയായ രീതിയിൽ അല്ലേ, തിരിച്ചുള്ള രീതിയിൽ നമ്മൾ റിവേഴ്സായിട്ട് നമ്മൾ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി പറഞ്ഞു വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫയൽ എന്നുള്ളത് UROV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാണ്? നേരായ രീതിയിൽ എഫ് എന്ന് പറഞ്ഞാൽ 6ാമത്തെ ലെറ്ററാണ്. അതിന് നേർക്ക് വന്നത് തിരിച്ച് പറയുമ്പോഴുള്ള 6ാമത്തെ ലെറ്റർ U. ഓക്കെ ആണോ? ഇനി I എന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ 9ാമത്തെ ലെറ്ററാണ്. തിരിച്ച് പറയുമ്പോൾ 9ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ 6 കണ്ടോ? ഇനി ഇവിടെ L എന്ന് പറഞ്ഞാൽ നേരായ രീതിയിലാണെങ്കിൽ 12ാമത്തെ ലെറ്ററാണ്. തിരിച്ച് പറയുമ്പോൾ 12ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് O ആണ്. കണ്ടോ, O കോഡ് ചെയ്തു. ഇനി അതേപോലെ E എന്ന് പറഞ്ഞാൽ നേരായ രീതിയിലാണെങ്കിൽ 5ാമത്തെ ലെറ്ററാണ്. തിരിച്ച് പറയുമ്പോൾ 5ാമത്തെ ലെറ്റർ V ആണ്. കണ്ടോ, V എന്ന് പറഞ്ഞ് കോഡ് ചെയ്തു. സിമ്പിളായിട്ട് നമുക്ക് ഇന്നും പറഞ്ഞു വരാം. SOUR സോർ. എസ് എന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ 19ാമത്തെയാണ്. തിരിച്ച് പറയുമ്പോൾ 19ാമത്തെ എന്ന് പറഞ്ഞാൽ H ആണ്. O എന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ പറയുകയാണെങ്കിൽ 15ാമത്തെയാണ്. തിരിച്ച് 15ാമത്തവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് L ആണ്. ഇനി U എന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ U എന്ന് പറഞ്ഞാൽ 21ാമത്തവനാണ്. തിരിച്ച് പറയുമ്പോൾ 21ാമത്തവൻ എന്ന് പറയുമ്പോൾ F ആണ്. ഇനി R എന്ന് പറഞ്ഞാൽ നേരായ രീതിയിലാണെങ്കിൽ എന്താണ്? 18ാമത്തെയാണ്. തിരിച്ച് പറയുമ്പോൾ 18ാമത്തവൻ എന്ന് പറയുമ്പോൾ I ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ HLFI എന്ന് പറയാം. ഇനി ഈ ഒരു ചോദ്യം ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ആ L വെച്ച് അല്ലേ, എല്ലിൻ്റെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. L എന്ന് പറഞ്ഞാൽ ഇവിടെ L O എന്നറിയാം. അപ്പോൾ എല്ലിന് നേർക്ക് O വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ.
HL അല്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഞാനിവിടെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു, കറക്റ്റ് കോഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ റിവേഴ്സ് കോഡിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ടെന്നാണ്. ശരി, അപ്പോൾ അജയനും അയാളുടെ ഭാര്യ, നമുക്ക് അതൊന്നും വേണ്ട, ഭാര്യയെ പറ്റിയൊന്നും വേണ്ട, നമുക്ക് ആരെ പറ്റിയാണ് ആവശ്യം, ആണുങ്ങളെ പറ്റിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അജയനുണ്ട്, അജയനും 4 ആൺമക്കളുണ്ടെന്നല്ലേ, ഒന്നാമത്തെ മോൻ, രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൻ, നാലാമത്തെ മകൻ. ഓക്കെയാണേ. ഇവർക്ക് 3 വീതം ആൺകുട്ടികൾ 2 വീതം പെൺകുട്ടികൾ. 2 പെൺകുട്ടികളെ വിട്ടേക്ക്, ആൺകുട്ടികളെ മാത്രം മതി. ആദ്യത്തെ മോന് 3 ആൺമക്കൾ, അടുത്ത ആളിന് 3 ആൺമക്കൾ, അടുത്തവർക്ക് 3 ആൺമക്കൾ, അടുത്തവർക്ക് 3 ആൺമക്കൾ. ടോട്ടൽ എണ്ണി പറ. ഇവിടെ 3 3 6 3 9 3 12 13 14 15 16 അജയനും കൂടെ ചേർത്ത് ടോട്ടൽ എത്ര ആണുങ്ങളുണ്ട്? 17 ആണുങ്ങളാണ് ഈ കുടുംബത്തിൽ ഉള്ളത്. 17 ആണുങ്ങളാണ്. അപ്പോൾ സിമ്പിളായിട്ട് അവിടെ പെൺകുട്ടികളെ പറ്റി നമ്മൾ ബോധറേണ്ട ആവശ്യമില്ല, ആൺകുട്ടികളെ മാത്രം നമ്മളൊന്ന് മാപ്പ് ചെയ്ത് പോയാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഇതാണ്. യൂണിറ്റ് പ്ലേസ് നമ്പർ ഏതെന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗുണിക്കുമ്പോഴേ, നമ്മൾ 2 നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും ഒടുവിൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 27 ഇൻറ്റു 23 ചെയ്യണമെന്ന് വെച്ചോ. ആദ്യം വരുന്ന എന്താണ്? 3 ഇൻറ്റു 7 21ൻ്റെ 1 അല്ലേ നമ്മളിവിടെ എഴുതുന്നത്. ആ ഗുണനഫലത്തിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന നമ്പർ ആയിരിക്കും ഇവിടെ വരിക അല്ലേ, ആ ഗുണനഫലത്തിൽ ഏറ്റവും എൻഡിൽ. അപ്പോൾ അവസാനം വരുന്ന നമ്പറുകൾ തമ്മിൽ ഗുണിച്ചിട്ട് വരുന്ന ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും ലാസ്റ്റ് വരിക. അതേ കൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇവിടെയുള്ള യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഏതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതാ? 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്നാണേ. നമ്മൾ ആദ്യം ഇത് രണ്ടും തമ്മിൽ ഗുണിക്കണമെന്ന് വെച്ചു. ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ എൻഡിൽ വരുന്ന നമ്പേഴ്സ് ഏതാ? 3 6 അല്ലേ. 3 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 18 എന്നല്ലേ. അപ്പോൾ എൻഡിൽ വന്ന നമ്പർ, അതിൻ്റെ ഗുണനഫലത്തിൽ എൻഡിൽ വരുന്ന നമ്പർ ഏതാണ്? 18 ആണ്. ഇനി ആ കിട്ടിയ ആൻസറും ഇവിടെ വരുന്ന നമ്പറും തമ്മിൽ ഗുണിക്കുമ്പോൾ, ഈ പറയുന്ന 2 തമ്മിൽ ഗുണിക്കുമ്പോൾ, 8ഉം 2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 16 എന്നല്ലേ. അവിടെ വരുന്ന ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ ഏതാണ്? 6. ഈ 6ഉം അവസാനം പറഞ്ഞ 6ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6 ഇൻറ്റു 6 എന്ന് കിട്ടും 36. വീണ്ടും ഒറ്റയുടെ സ്ഥാനസംഖ്യ എന്ത് തന്നെ വന്നു? 6 തന്നെ വന്നു. നമ്മുടെ ആൻസർ ഉറപ്പിക്കാം, ഒറ്റയുടെ സ്ഥാനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻഡിൽ വരുന്ന അതിൻ്റെ ഒറ്റയുടെ സ്ഥാനസംഖ്യ അല്ലേ, അതിലുള്ള അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഒറ്റയുടെ സ്ഥാനത്തിൽ വരുന്ന അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. ആ ഗുണനഫലത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന, ഏറ്റവും റൈറ്റ് മോസ്റ്റ് വരുന്ന ഡിജിറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. ഒറ്റയുടെ സ്ഥാനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു രാവിലെ സമയത്ത് നമ്മൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസിന് വന്ന 20 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ രാവിലെ സമയത്ത് ക്ഷമയോടെ എൻ്റെ ക്ലാസ് കണ്ടിരുന്ന എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ ഒരു ന്യൂ ഇയറിൽ 2025 എല്ലാവരുടെ കയ്യിലും അഡ്വൈസ് മെമ്മോ കിട്ടട്ടെ, അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.